കാർഷിക പഠനം മുടങ്ങിയ വിഷയത്തിലെ മന്ത്രിയുടെ പ്രതികരണത്തിൽ അർജുൻ മാതൃഭൂമി ന്യൂസിനോട് സർക്കാരിൻ്റെ പ്രത്യേക പരിഗണന തനിക്ക് ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്നു. മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചത് എന്നുകൂടി അർജുൻ പ്രതികരിച്ചു. ഞാൻ തിരിച്ച് കയറുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നാൽ, അതായത് നമുക്ക് പഴയ ഫീസ് തന്നെ ആയിരിക്കോട്ടെ, അതായത് ന്യായമായിട്ട് കാര്യം അത് നമ്മൾ എന്തായിട്ടും ആവശ്യപ്പെടുന്നുണ്ട്. അതായത് അതിപ്പോ ഞാൻ അർഹനായിരിക്കുമോ, ഞാൻ സ്കോളർഷിപ്പിന് ആദരിക്കുക, അതല്ലാത്ത ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ട്. എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയിട്ട് എനിക്ക് ആവശ്യമില്ല. ഞാൻ എന്റെ കാര്യം വിട്ടതാണ്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ച്. ഇനിയിപ്പോ എന്റെ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് അവരൊരു പ്രത്യേക പരിഗണന തരേണ്ട എനിക്ക് ആവശ്യമില്ല. എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ മാത്രം എനിക്ക് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് അത് വേണ്ട. ഭേദഗതി എപ്പോ വരുത്തും? ഇതൊക്കെ ചെയ്യണ്ടേ? ഫസ്റ്റ് ഇയർ ഇപ്പൊ കേറിയിട്ട് നമ്മൾ ഇത്ര എമൗണ്ട് അടയ്ക്കണ്ടേ? ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഓരോരുത്തർക്കും. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, ഇപ്പോൾ അർജുൻ പറയുന്നത് എനിക്ക് എൻ്റെ കാര്യം ഞാൻ വിട്ടതാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചതെന്നാണ്. അപ്പോൾ എത്രയായിരുന്നു ആ ഭീമമായ ഫീസ് തുക? അർജുൻ എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത്? ബാക്കി കുട്ടികൾക്ക് ഈ ഒരു മന്ത്രിയുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ദിവിഷ്മണി, തീർച്ചയായിട്ടും ആ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അർജുനെ സംബന്ധിച്ചിടത്തോളം മറ്റു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. സർവകലാശാലയോട് സംസാരിച്ചു, അതിൽ ഫീസിൽ ഇളവ് വേണമെങ്കിൽ ഭേദഗതി വരുത്തണമെങ്കിൽ വരുത്തും എന്നൊക്കെ പരിശോധിക്കുമെന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ അർജുൻ്റെ സമീപനം, അർജുൻ TC വാങ്ങി. കാരണം അർജുൻ പ്രതീക്ഷിച്ചിരുന്നത് അവിടെ 15,000 രൂപ സെമസ്റ്റർ ഫീ നൽകിക്കൊണ്ട് 8 സെമസ്റ്ററുകൾ പൂർത്തിയാക്കാം എന്നുള്ളത് തന്നെയായിരുന്നു. ആ സെമസ്റ്റർ ഫീസ് കൊടുക്കാൻ തന്നെ അമ്മയുടെ താലിമാല അടക്കം വിറ്റ് അങ്ങനെയൊക്കെയാണ് പണം കണ്ടെത്തിയത് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. കർഷക കുടുംബത്തിൽ ജനിച്ച് അതിൻ്റെ വറുതിയിൽ നിന്ന് അതെല്ലാം മറികടന്നുകൊണ്ടാണ് അർജുൻ അവിടം വരെ എത്തിയത്. അപ്പോഴാണ് വിജ്ഞാപനത്തെ മറികടന്നുകൊണ്ട് കടബാധ്യത, സർവകലാശാലയുടെ കടബാധ്യത കാരണമാക്കി 50,000 രൂപ സെമസ്റ്റർ ഫീ എന്ന രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത്. അതാണ് അർജുൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാതെയായത്. ഇതൊരു അർജുൻ്റെ മാത്രം പ്രശ്നമല്ല. അർജുനെ പോലെ നിരവധി വിദ്യാർത്ഥികൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ് തന്നെ അർജുൻ അല്ലാത്ത മറ്റു ചില വിദ്യാർത്ഥികളുടെ ആശങ്ക കൂടെ പറയുന്ന പ്രതികരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം, അതായത് 15,000 രൂപ ഒരു സെമസ്റ്ററിന് നൽകേണ്ടിടത്താണ് 50,000 രൂപയാക്കി ഉയർത്തുന്നത്. അതായത് 3 ഇരട്ടി തുക അധികമായി സർവകലാശാല വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് കാര്യം. അതുമാത്രമല്ല, ഈ അതായത് നീറ്റിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് ഒരു തുക ആ രീതിയിൽ അടക്കണം. അങ്ങനെ എല്ലാം ചേർത്ത് 39,000 രൂപ അർജുൻ ഇപ്പോൾ അവിടെ അടച്ചിട്ടുണ്ട്. TC വാങ്ങുമ്പോൾ അത് 39,000 എന്നുള്ളതിൽ നിന്ന് കുറച്ചു തുക മാറ്റി 31,000 രൂപ അർജുന് തിരിച്ചു ലഭിക്കുകയും ചെയ്യും. അത് തിരിച്ചു ലഭിക്കുമെന്ന പ്രതീക്ഷ അർജുൻ പറയുന്നുണ്ട്. പക്ഷേ ഇനി അവിടെ പഠനം തുടരണമെങ്കിൽ അർജുന് ചില ആവശ്യങ്ങളുണ്ട്. താൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, എല്ലാവർക്കും തുല്യമായ ഫീസായിരിക്കണം, തനിക്ക് വേണ്ടി മാത്രം ചെറിയ ഇളവോ ഒന്നും നടത്തേണ്ടതില്ല, എല്ലാവർക്കും തുല്യമായ ഫീസ് എന്ന രീതിയിലേക്ക്, ഏകീകരണത്തിലേക്ക്. ശരിയാണ്, അർജുൻ പറഞ്ഞത് കൃത്യമാണ്. അല്ലാതെ ഒരു പെട്ടെന്നുള്ള ഒരു വൈകാരികമായ ഒരു സംഭവത്തിന്റെ പേരിൽ സംവിധാനങ്ങൾ ഒരാൾക്കൊരു പരിഗണന നൽകുന്നത് പിന്നീട് വിമർശനങ്ങൾക്ക് കാരണമാകുകയുള്ളൂ.